നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 8 കോടിയോളം രൂപ വിലമതിക്കുന്ന വജ്ര കിരീടങ്ങളും സ്വർണവാളും സമർപ്പിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ. മൂകാംബിക ക്ഷേത്രത്തിലെ അർച്ചകൻ KN സുബ്രഹ്മണ്യ അടികയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. ഇളയരാജ ക്ഷേത്രം സന്ദർശനം നടത്തിയതിന്റെയും കിരീടങ്ങളും വാളും സമർപ്പിച്ചതിന്റെയും ചിത്രങ്ങളും അടിക പങ്കുവച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ഹിന്ദു ഭീകരതയെന്ന് പ്രചരിപ്പിക്കാൻ കേരളത്തിലെ ഒരു യുവ CPI MP-യിൽ നിന്നും ശ്രമമുണ്ടായെന്ന ആരോപണവുമായി കർണാടകയിലെ മാധ്യമങ്ങൾ. ഇതോടെ ധർമ്മസ്ഥലയെ സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുന്ന ഭീകര കേന്ദ്രമായി അവതരിപ്പിക്കാനുള്ള ശ്രമത്തിന് കേരളത്തിലെ യുവ CPI MP-യിൽ നിന്നും സഹായം ലഭിച്ചോ എന്ന സംശയം ഉയരുകയാണ്. എന്നാൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന CPIയുടെ P സന്തോഷ് കുമാർ MP ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്കെന്ന് പരാതി. സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് BJP-കാരുടെ കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞുവെന്ന് മറിയക്കുട്ടി ആരോപിച്ചു. അടിമാലിയിലെ ARD 117 എന്ന റേഷൻ കടയിലാണ് മറിയക്കുട്ടി വിലക്ക് നേരിട്ടത്. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി പരാതി നൽകി. ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളെ അറ്റകുറ്റപ്പണിക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ ഉടനെ തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശിച്ചു. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയവരോടാണ് നിർദ്ദേശം. കുട്ടികൾ കുറഞ്ഞതോടെ ജോലി നഷ്ടമായ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 8-10 വർഷം അധ്യാപകരായി ഇരുന്നവർ ഇപ്പോൾ വീട്ടുജോലിക്ക് വരെ പോകുന്നുണ്ട്. ജോലി നഷ്ടമാകുന്ന അധ്യാപകരെ സംരക്ഷിക്കാൻ മാനേജ്മെന്റുകൾ പദ്ധതി തയ്യാറാക്കണം. സഹകരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ ബില്ല് വ്യോമസേന അയച്ചതിനെ കോടതിയിലടക്കം എതിർത്ത സംസ്ഥാന സർക്കാർ പോലീസിന്റെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ 56.45 ലക്ഷം രൂപ എഴുതിയെടുത്തു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ഈടാക്കാൻ ഏപ്രിലിലാണ് ഉത്തരവിട്ടത്. പുനരധിവാസ ടൗൺഷിപ്പ് പദ്ധതിക്ക് കല്ലിട്ടതിന് തൊട്ടു പിന്നാലെ പോലീസിനുള്ള തുക ഈടാക്കാൻ മുഖ്യമന്ത്രിക്ക് കീഴിലെ ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കിയെന്നാണ് വ്യക്തമാകുന്നത്. വയനാട് പുനരധിവാസത്തിനായി ചിലവിടേണ്ട വിഹിതത്തിൽ നിന്നാണ് പോലീസിനുള്ള പണവും നൽകേണ്ടി വരിക. തുക വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറാനാണ് നിർദ്ദേശിച്ചതെങ്കിലും ഉത്തരവിൽ അക്കൗണ്ട് നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് വിനയായി. കഴിഞ്ഞ ദിവസം കൃത്യമായ അക്കൗണ്ട് നമ്പറോടുകൂടി പുതിയ ഉത്തരവിറക്കി. വനവാസി കല്യാണാശ്രമം അഖില ഭാരത് വിശേഷ് പ്രഗൽഭ് പ്രമുഖായിരുന്ന KK സത്യൻ അന്തരിച്ചു. അങ്കമാലി മുക്കന്നൂർ സ്വദേശിയാണ്. 1988 മുതൽ വനവാസി കല്യാണാശ്രമം മുഴുവൻ സമയ പ്രവർത്തകനാണ്. അസുഖബാധിതരായി ചികിത്സയിലിരിക്കെയാണ് മരണം. അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ മഹാക്ഷേത്രം കണ്ട് അഭിമാനിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാരതീയരോ എന്ന് പോലും സംശയിക്കേണ്ടി വരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. നേപ്പാൾ തലസ്ഥാനത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ എയർ ഇന്ത്യയും ഇൻഡിഗോയും കൂടുതൽ വിമാന സർവീസുകൾ നടത്തുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി K. റാം മോഹൻ നായിഡു ബുധനാഴ്ച പറഞ്ഞു. വിമാന കമ്പനികൾ അവരുടെ നിരക്കുകൾ ന്യായമായ നിലവാരത്തിൽ നിലനിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവേദിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അപമാനിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉത്തർപ്രദേശ് മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗ് റായ്ബറേലിയിലെത്തിയ രാഹുൽ ഗാന്ധിയെ മന്ത്രി ദിനേശ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ രാഹുൽ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി വഴി തടഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി കടന്നുപോകാൻ സാധ്യതയുള്ള ഹൈവേയിലാണ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗും BJP പ്രവർത്തകരും വഴി തടയാൻ കുത്തിയിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി വഴിമാറിപ്പോവുകയായിരുന്നു. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സെപ്റ്റംബർ 12-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആഹാരം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ പുതിയ രാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഒരു ശീലമുണ്ടെന്നും ആഹാരത്തിന്റെ ഒരു വിഹിതം പേപ്പറിലോ പ്ലേറ്റിലോ എടുത്ത് പ്രാർത്ഥിക്കും. ചപ്പാത്തിയാണെങ്കിൽ ഒരു കഷ്ണം ചപ്പാത്തിയും കുറച്ചു കറിയും അതുമായി പുറത്തേക്കിറങ്ങി പക്ഷികൾക്ക് കൊടുക്കും. സാധുജീവികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും കടമയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 10 വർഷമായി CP രാധാകൃഷ്ണന്റെ സീനിയർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന തിരുവല്ല തുകിലശ്ശേരി അറക്കാട് നിർമാല്യത്തിൽ TC മണികണ്ഠൻ പിള്ള പറയുന്നു. 2016-ൽ രാധാകൃഷ്ണൻ കൊച്ചിയിൽ കയർ ബോർഡിന്റെ ചെയർമാനായിരിക്കെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു മണികണ്ഠൻ പിള്ള. അന്നു മുതൽ തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി, വോട്ട് മോഷണ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ഹർജി പൂർണ്ണമായും തെറ്റായ ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കോടതി വിലയിരുത്തി.
കർണാടകത്തിലെ മാണ്ഡ്യയിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത ഹിന്ദു സംഘടിത ശക്തി പ്രകടനത്തിന് സാക്ഷിയായി. ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയ്ക്കെതിരെയുണ്ടായ ആക്രമണത്തോടുള്ള പ്രതിഷേധമായിരുന്നു പ്രകടനം. സംഘർഷഭരിതമായ മാണ്ഡ്യ ജില്ലയിലെ മദ്ദൂർ പട്ടണത്തിലൂടെ ഇന്നലെ വൈകിട്ട് 28 ഗണേശ വിഗ്രഹങ്ങൾ കനത്ത പോലീസ് സുരക്ഷയിൽ ഘോഷയാത്രയായി കൊണ്ടുപോയി ഷിംഷ നദിയിൽ നിമഞ്ജനം ചെയ്തു. ഞായറാഴ്ച നടന്ന ഗണേശ നിമഞ്ജന ഘോഷയാത്രയിലുണ്ടായ സംഘർഷങ്ങളെയും കല്ലെറിയലിനെയും തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ UNHRC പാകിസ്ഥാനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയും ആഞ്ഞടിച്ച് ഇന്ത്യ. ജനീവയിൽ നടന്ന കൗൺസിലിന്റെ 60ാം സെഷനിലെ 5ാമത്തെ യോഗത്തിൽ സംസാരിക്കവേ ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞനായ ക്ഷിതിജ് ത്യാഗി ഇരു രാജ്യങ്ങൾക്കുമെതിരെ കടുത്ത പ്രസ്താവനകൾ നടത്തിയത്. പാകിസ്ഥാൻ ഇന്ത്യ രോഗാതുരമായ ഒരു ഒഴിയാബാധയാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കാൻ അവർ അന്താരാഷ്ട്ര വേദികൾ ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സ്വിറ്റ്സർലൻഡ് നടത്തിയ പരാമർശങ്ങളെ അപ്രതീക്ഷിതവും ഉപരിപ്ലവവും വിവരദോഷപരമാണെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. എയർ ഇന്ത്യയിൽ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യാനിരുന്ന 200-ലധികം യാത്രക്കാർ ബുധനാഴ്ച വൈകുന്നേരം ഡൽഹി വിമാനത്താവളത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടു. വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ബുദ്ധിമുട്ടി. ഏകദേശം 2 മണിക്കൂറോളം യാത്രക്കാർ വിമാനത്തിനുള്ളിൽ ഇരുന്നു. പക്ഷേ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിന്റെ തകരാറ് കാരണം എല്ലാവരെയും വിമാന കമ്പനി ഇറക്കി. ബോയിംഗ് 7879 ഡ്രീം ലൈനർ വിമാനം ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന ഫ്ലൈറ്റ് AI2380 രാത്രി 11 മണിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. ഇലക്ഷനില്ലാതെ അധികാരം പിടിച്ചടക്കുന്ന പുത്തൻ അജണ്ടയാണ് നേപ്പാളിൽ കാണുന്നതെന്ന് റിപ്പബ്ലിക് ചാനൽ എഡിറ്റർ അർണബ് ഗോസ്വാമി. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ നേപ്പാൾ പ്രധാനമന്ത്രി ഓലിയെ പുറത്താക്കി പകരം വെറുമൊരു റാപ്പറായ ബാലൻ എന്ന ബലേന്ദ്ര ഷായെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് അമേരിക്കൻ ശക്തികൾ പറയുന്നത്. എന്നാൽ നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുവരുന്ന ജൻസി പ്രക്ഷോഭത്തിന് അയവ് വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത നേപ്പാൾ സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ ദിവസങ്ങൾക്ക് ശേഷം നേപ്പാളിൽ ശാന്തത അനുഭവപ്പെടുന്നുണ്ട്. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വീഴ്ത്തിയ ജൻസി പ്രതിഷേധത്തിന്റെ മുൻനിരക്കാർ ഇപ്പോൾ പുതിയൊരാവശ്യമാണ് രാജ്യത്തിനു മുന്നിൽ വെച്ചിട്ടുള്ളത്. നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ അടുത്ത പ്രധാനമന്ത്രിയാകണമെന്നാണ് ജൻസി ആവശ്യപ്പെടുന്നത്. നേരത്തെ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ എന്ന ബാലൻ ഷായുടെ പേര് പ്രധാനമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇന്നലെ ജൻസി ഓൺലൈനിലൂടെ നടത്തിയ യോഗത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. സുശീല കാർക്കി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് ഈ ഓൺലൈൻ യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നത്. കുറഞ്ഞത് 1000 പേരുടെയെങ്കിലും പിന്തുണ കിട്ടിയാൽ മാത്രമേ താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കൂ എന്നായിരുന്നു സുശീല കാർക്കിയുടെ അഭിപ്രായം. എന്നാൽ 2000-ലധികം പേർ സുശീല കാർക്കിയെ പിന്തുണച്ച് ഒപ്പുകൾ നൽകി. 2016 ജൂലൈ 11-നായിരുന്നു സുശീല കാർക്കി നേപ്പാളിന്റെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റിരുന്നത്. രാജ്യത്ത് ഈ പദവിയിലെത്തുന്ന പ്രഥമ വനിതയായിരുന്നു സുശീല. അഴിമതി കേസുകളിൽ കഠിനമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നേപ്പാളിൽ പ്രശസ്തയാണ് സുശീല കാർക്കി. നിലവിൽ 73 വയസ്സുകാരിയായ സുശീല ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ട്രംപിന്റെ അടുത്തനുയായിയും വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിക്ക് വെടിയേറ്റ് മരിച്ചു. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് വെടിയേറ്റത്. 31-കാരനായ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയുടെ സഹസ്ഥാപകനുമാണ്. 2012-ൽ 18 വയസ്സുള്ളപ്പോഴാണ് ടേണിംഗ് പോയിന്റ് എന്ന സംഘടന ചാർലിയും വില്യം മോൺമൊഗരിയും ചേർന്ന് രൂപം നൽകിയത്. മരണവാർത്ത ഡൊണാൾഡ് ട്രംപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകനാണ് അദ്ദേഹം. തനിക്കേറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നഷ്ടപ്പെട്ടതെന്ന് ട്രംപ് പറഞ്ഞു. ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഖത്തർ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംസ്ഥാന ഭീകരതയ്ക്ക് വിമർശിക്കുകയും പ്രാദേശിക പ്രതികരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഖത്തറി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. ഖത്തർ അതിന്റെ മധ്യസ്ഥ പങ്ക് പുനഃപരിശോധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര ഇസ്ലാമിക അഭിഭാഷകൻ സാക്കിർ നായിക്കിന് എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലെ സൺവേ മെഡിക്കൽ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയാണെന്നാണ് റിപ്പോർട്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പരന്നിരുന്നു. ഇയാളുടെ ഭാര്യ ഫർഹത്ത് നായിക്, മകൾ സിക്ര നായിക് എന്നിവർക്കും HIV ബാധ സ്ഥിരീകരിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ അവകാശവാദങ്ങൾ ഇയാളുടെ അഭിഭാഷകൻ നിഷേധിച്ചു. ഇത് അസംബന്ധമാണ്, വ്യാജ വാർത്തയാണ്, അതിൽ യാതൊരു സത്യവുമില്ല. സാക്കിർ ഇപ്പോൾ വിദേശത്താണെന്നും അക്ബറുദ്ദീൻ അബ്ദുൾ ഖാദിർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.